പിന്നെ നമ്മൾ കുറേയേറെ ഫ്രേസൽ വെർബുകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫ്രേസൽ വെർബുകളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആയിട്ട് ഫ്രേസൽ വെർബുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫ്രേസൽ വെർബുകൾ. എന്നാൽ 10-200ഓളം ഫ്രേസൽ വെർബുകൾ നമ്മൾ ഓർത്തു വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതും അർത്ഥം വ്യത്യാസം വരുന്നതും ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഫ്രേസൽ വെർബുകൾ. നമുക്കൊരു ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ബേസ് ചെയ്ത് ഫ്രേസൽ വെർബുകൾ നോക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ഫ്രേസൽ വെർബാണ് ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബുകൾ. അതായത് ബ്രേക്ക് ഇൻ ടു, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ത്രൂ, ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് എവേ, ബ്രേക്കപ്പ്, അങ്ങനെയുള്ളത്. അപ്പോൾ നോക്കിയേ, അത് എങ്ങനെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കാം. ജസ്റ്റ് കണക്ഷന് വേണ്ടി മാത്രം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ നോക്കിയേ, ബ്രേക്ക് ഇൻ ടു ആണ്. അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ എൻറ്റേർഡ് ഫോഴ്സ്ഫുള്ളി എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക് ഇൻ ടു എൻറ്റേർഡ് ഫോഴ്സ്ഫുള്ളി, അതായത് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളൊരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതായത് നമ്മൾ ആരുടെയെങ്കിലും ഫോഴ്സ് കൊണ്ട്, ഒരു നിർബന്ധം കൊണ്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് എൻ്റർ ചെയ്യുകയാണ്, ഒരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ബ്രേക്ക് ഇൻ ടു എന്ന് കേൾക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്? അകത്തേക്ക് കടക്കുക, അതായത് എൻ്റർ ചെയ്യാന്നാണ് ഇൻറ്റു എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻറ്റേർഡ് എന്നുള്ളത് പറയാം, അതായത് എൻ്റർ എന്ന് പറയാം. ഇനി ബ്രേക്ക് ആണ്, അത് ഫോഴ്സ്ഫുള്ളി എൻ്റർ ചെയ്യുന്ന എങ്ങനെയാണ്? ബ്രേക്ക് ആണ്. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ബ്രേക്ക് ചെയ്യുകയാണ്, തകർക്കുവാണെന്ന് വെച്ചോ. അപ്പോൾ തകർക്കുവാണെങ്കിൽ അതിന് ഫോഴ്സ് കൊടുത്താലേ നമുക്ക് ആ വസ്തു തകർക്കാൻ പറ്റുള്ളൂ ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഫോഴ്സ് കൊടുത്ത് തകർത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡോറുണ്ട്. അപ്പോൾ ഡോർ ഉണ്ടെങ്കിൽ ആ ഡോറിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. എങ്ങനെയാണ്? നമ്മൾ ഫോഴ്സ് കൊടുത്ത് ആ ഡോറിനെ ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക് എൻ്റർ ചെയ്യാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ എൻ്റർ ഫോഴ്സ്ഫുള്ളി എന്നുള്ളത് കണക്ട് ചെയ്യാം. ഇനി നോക്കിയേ, ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ഫംഗ്ഷനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ, സ്റ്റോപ്പ് ഫംഗ്ഷനിങ്, ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമല്ലേ? ബ്രേക്ക് ഡൗൺ സംഭവിച്ചു, അത് വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. അപ്പോൾ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിന്നു എന്നുള്ളത്, വണ്ടി സ്റ്റോപ്പായി, അതായത് വണ്ടിയുടെ ഫംഗ്ഷൻ സ്റ്റോപ്പായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷനിങ് എന്ന് പറയാം. അടുത്ത നോക്കിയേ, ബ്രേക്ക് ത്രൂ ആണ്. അതായത് ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മേക്ക് അച്ചീവ്മെന്റ് ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മേക്ക് അച്ചീവ്മെന്റ്സ്, അത് നമുക്കറിയാം. ബ്രേക്ക് ത്രൂ ആണ്, എൻ്റെ ലൈഫിൽ ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു, അതായത് എൻ്റെ ലൈഫിൽ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മേക്ക് അച്ചീവ്മെന്റ്സ്, ഇത് എൻ്റെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ആണ്, ഇതൊരു ബ്രേക്ക് ത്രൂ ആണ് എന്ന് പറയുമ്പോൾ അച്ചീവ്മെന്റ് ആണ്. ഇനി ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാർട്ട് സഡൻലി എന്നുള്ളതാണ്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സഡൻലി, ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സഡൻലി. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? ബ്രേക്ക് ഔട്ട് ആണ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനത്തിൽ നിന്ന് ഔട്ടായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു സാധനം നമുക്ക് ബ്രേക്ക് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഔട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു കാര്യം സഡൻ ആയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിച്ച് വെച്ചേക്കുക. അതായത് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഔട്ട് ആയിപ്പോയി, അതായത് അതിൽ നിന്ന് ഔട്ടായിപ്പോയി, ആ ഒരു മത്സരമായിരിക്കും. അപ്പോൾ ആ മത്സരത്തിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഔട്ടായി പോയി. അപ്പോൾ ഔട്ടായിപ്പോയപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അടുത്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, സഡൻ ആയിട്ട് അടുത്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സ്റ്റാർട്ട് സഡൻലി. അടുത്തത് ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ എന്താണ്? എസ്കേപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അതെന്താണ്? അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? എവേ എന്ന് പറയുമ്പോൾ തന്നെ ദൂരേക്ക് പോവുക എന്നുള്ളതല്ലേ, അത് വെച്ചും കണക്ട് ചെയ്യാം. പക്ഷേ ബ്രേക്ക് എവേ എന്ന് പറയും, കാരണം ഇനി എവേ ഒരുപാട് സ്ഥലങ്ങളിൽ വരും. ബ്രിങ് എവേ വരാം, അതുപോലെ തന്നെ പുട്ട് എവേ വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വരുമ്പോൾ ബ്രേക്ക് എവേ ആണോ എസ്കേപ്പ് എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമുക്ക് ഒരാളുടെ ഒരു പൊതു സ്വത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു സ്വത്ത് അല്ലെങ്കിൽ പൊതു സ്വത്ത് നമ്മൾ നശിപ്പിച്ചു. അപ്പം നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം അവർ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പണിഷ് ചെയ്യും. അങ്ങനെ പണിഷ് ചെയ്യുമെന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ബ്രേക്ക് ചെയ്തെടുത്തുനിന്ന് ഓടിപ്പോയി, അല്ലെങ്കിൽ എവേ ചെയ്തു. ഇത് എസ്കേപ്പ് ചെയ്ത് പോയാനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം എന്തെങ്കിലും കാരണവശാൽ നശിപ്പിച്ചുവെങ്കിൽ ആ നശിപ്പിച്ചെടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു? ദൂരേക്ക് ഓടിപ്പോയി. അതാണ് ബ്രേക്ക് എവേ എന്ന് പറയുന്നത്, എസ്കേപ്പ് എന്ന് പറയാം. ഇനി ബ്രേക്കപ്പ് ആണ്. അപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കം ടു ആൻ എൻഡ്, ഞാനിത് ഇവിടെ അവസാനിപ്പിച്ചു, ബ്രേക്കപ്പ് ചെയ്യാണ് എന്ന് പറയുമ്പോൾ ഒരു മാരേജ് ലൈഫോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ ഒക്കെ ബ്രേക്കപ്പ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കം ടു ആൻ എൻഡ്, ഞാനത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയാണ്. കം ടു ആൻ എൻഡ് ആണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ എൻ്റർ ഫോഴ്സ്ഫുള്ളി, അതുപോലെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോപ്സ് ഫംഗ്ഷനിങ്. അതുപോലെ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് മേക്ക് അച്ചീവ്മെന്റ്സ് എന്നാണ്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് സഡൻലി, സഡൻ ആയിട്ട് എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യുവാണ്. ബ്രേക്ക് അവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പ് ആണ്. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് കം ടു ആൻ എൻഡ് ആണ്. ഇനി നമുക്ക്
പുട്ട് വെച്ചിട്ട് കുറേ ഫ്രൈസൽ വെർബ്സുകളുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചു വരുന്ന കുറച്ച് ഫ്രൈസൽ വെർബ്സുകളാണ് പുട്ട് വെച്ചിട്ടുള്ളത്. കുറച്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമുക്ക് അത് നോക്കാം. അപ്പോൾ പുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സാധാ നമ്മൾ പുട്ടുണ്ടാക്കത്തില്ലേ, അത് ആലോചിച്ചിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ പുട്ട്, അത് പുട്ടുകുറ്റി ഒക്കെ ആലോചിക്കണം. ഓക്കെ. അപ്പോൾ പുട്ടിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പം ഒരു പുട്ടിൻ എന്ന് പറയുമ്പോൾ പുട്ടിൻ അപ്പോയിൻമെന്റ് ഓർ ഇൻസേർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ പുട്ടിൻ എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ഓർ ഇൻസേർട്ട് ആണല്ലോ. അപ്പോൾ പുട്ടിൻ എന്ന് പറയുമ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ അകത്തേക്കാണ് അല്ലേ. അപ്പോൾ ഒരു പുട്ടുകുറ്റിക്ക് അകത്തേക്ക് പുട്ട് എന്ത് ചെയ്യാണ്? കുത്തി നിറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഇൻ ചെയ്യുക എന്ന് വെച്ചാൽ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൂടെ. അപ്പോൾ പുട്ടിൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ചെയ്യുക, അങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുക. ഇനി പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈസ് ഓർ ബിൽഡ് ആണ് അല്ലേ. അപ്പോൾ പുട്ടപ്പ് ചെയ്യുക അല്ലെങ്കിൽ റൈസ് ഓർ ബിൽഡ് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം പുട്ട് അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? പുട്ടുകുറ്റിയിലേക്ക് പുട്ടിട്ട് നിറച്ച് അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നിറച്ച് കൊണ്ടുവരിക, അതായത് റൈസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മളൊരു പുട്ടായിട്ട് നിർമ്മിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റും. ഓക്കെ. പുട്ടപ്പ് എന്ന് പറയുമ്പോൾ റൈസ് ഓർ ബിൽഡ് എന്ന് പറയാം. ഇനി പുട്ട് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? സപ്രസ് ആണ് അല്ലേ. അപ്പോൾ പുട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ സപ്രസ്, അതായത് നമ്മൾ പുട്ടിന്റെ കാര്യമാണ് മൊത്തം ആലോചിക്കുന്നത്. അപ്പോൾ പുട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ കുറച്ച് മാവിടുന്നു, പിന്നെ കുറച്ച് മാവിടുന്നു, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? അടിയിലുള്ളതിനെ നമ്മൾ സപ്രസ് ചെയ്തിട്ടാണ് മുകളിൽ ഇട്ടിട്ട് പോകുന്നത്. അങ്ങനെയാണ് പുട്ട് ഡൗൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് പുട്ട് ഫോർത്ത്? അപ്പോൾ പുട്ട് ഫോർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓഫർ എ പ്ലാൻ എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് ഫോർത്ത് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഓഫർ എ പ്ലാൻ. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ടത്, ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കി, ഫോർത്ത് എന്ന് പറയുമ്പോൾ 4 പേരെന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ ഫോർത്ത് 4 എന്നല്ല അർത്ഥം, നമ്മൾ FOUR ആലോചിക്കുക. അപ്പോൾ പുട്ട് ഫോർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി 4 പേർക്ക് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ 4 പേർക്ക് കൊടുത്തു എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ. അടുത്ത നോക്കി, പുട്ട് ഔട്ട് എന്നുള്ളതാണ്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ് ആണ്. അപ്പോൾ പുട്ട് ഔട്ട് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്യൂഷ് ആണ്. അപ്പോൾ ഇതെങ്ങനെ റിലേറ്റ് ചെയ്യാം? പുട്ട് ഔട്ട്, അപ്പോൾ പുട്ടുണ്ടാക്കി പുട്ടായിട്ട് വരണമെങ്കിൽ, അതായത് പുട്ടായിട്ട് തന്നെ ഔട്ട്പുട്ടായിട്ട് വരണമെങ്കിൽ അത് എന്ത് ചെയ്യണം? എക്സ്റ്റിങ്ക്യൂഷ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഫയർ ചെയ്ത് എക്സ്റ്റിങ്ക്യൂഷ്, അതായത് എന്താണ്, തീയായിട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? പുട്ട് പുറത്ത് വരത്തുള്ളൂ എന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. അപ്പം ഇങ്ങനെ ആലോചിച്ച് വെക്കാം. പുട്ട് ഔട്ട് ആകുമ്പോൾ എക്സ്റ്റിങ്ക്യൂഷ് ആണ്, തീ അണയ്ക്കുക എന്നാണ്. അപ്പോൾ നമ്മളൊരു പുട്ട് പോലെ തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? തീ കൊടുക്കണം അല്ലേ. തീ കൊടുത്ത് പുട്ടായി കഴിഞ്ഞ് നമ്മൾ അത് ആയിക്കഴിഞ്ഞ് നമ്മൾ അത് തിരിച്ച് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന തീ ഓഫ് ചെയ്തിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുട്ട് എടുത്തു കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യണ്ടേ, ഫയർ ഓഫ് ചെയ്യണ്ടേ, അതാണ് എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയുന്നത്. ഇനി പുട്ട് ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? സേവ്. പുട്ട് അതായത് പുട്ട് ബൈ സേവ്. ഇത് ആലോചിച്ച് വെക്കേണ്ടത്, നമ്മൾ പുട്ട് വാങ്ങിക്കുകയാണ്, ബൈ ചെയ്യുക, BUY ചെയ്യുകയാണെന്ന് വെച്ചോ. ഇവിടെ സാധാ BY ആണ്. അപ്പോൾ പുട്ട് ബൈ എന്ന് പറയുമ്പോൾ ഞാൻ പുട്ട് വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുകയാണ്, അതായത് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി മാവ് വാങ്ങിച്ച് എന്ത് ചെയ്തു? ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ. പുട്ടാൻ എൻഡ് ടു എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോപ്പ് ആണ്. അത് ആലോചിച്ച് വെച്ചിരിക്കുക. പുട്ടാൻ എൻഡ് ടു എന്ന് പറയുമ്പോൾ എൻഡ് ഉണ്ടല്ലേ. അപ്പോൾ എൻഡ് ടു എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോപ്പ് ആണ്. പുട്ട് എക്രോസ്, അപ്പോൾ പുട്ട് എക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് എക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മ്യൂണിക്കേറ്റ്. ഇവിടെ നമ്മൾ പുട്ട് റിലേറ്റ് ചെയ്യേണ്ട, ഞാൻ അല്ലാതെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡിന് എക്രോസ് ആയിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളെ കണ്ടു. അപ്പോൾ അയാളെ കണ്ടപ്പോൾ അയാൾ ഞാനുമായിട്ട് എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ആലോചിച്ച് വെക്കുക. ഇനി പുട്ട് ഓൺ എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് ഓൺ എന്ന് വെച്ചാൽ വിയർ ആണ്, ധരിക്കുക എന്നുള്ളതാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുട്ട് ഓൺ എന്ന് വെച്ചാൽ വിയർ എന്നുള്ളതാണ്. എല്ലാം നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല, എങ്കിലും ഓൾമോസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കണക്ട് ചെയ്യുവാണേ. പുട്ട് അബൌട്ട് എന്ന് പറയുന്നത് സ്പ്രെഡ് റൂമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് എബൌട്ട്, സ്പ്രെഡ് റൂമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ എബൌട്ട് എന്ന് പറയുമ്പോൾ ആരെ പറ്റിയെങ്കിലും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ കുറ്റിന്ന് നമ്മൾ തള്ളുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, പുട്ട് അബൌട്ട് എന്ന് പറയുമ്പോൾ എബൌട്ട് എന്ന് വെച്ചാൽ ആരെങ്കിലും കുറിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ പുട്ട് എബൌട്ട്, ആരെങ്കിലും കുറിച്ച് റൂമറുകൾ തള്ളിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് റൂമേഴ്സ് എന്ന് പറയാം അല്ലേ. പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്ത് വെക്കുക. പുട്ട് ബൈ എന്ന് പറയുന്നതും എന്താണ്? പുട്ട് ബൈ ചെയ്യാന്ന് വെച്ചാൽ സേവ് ചെയ്ത് വെക്കുക. ഇത് പുട്ട് ബാക്ക് ചെയ്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ആയിട്ട് തിരിച്ച് വെക്കുകയാണ്. എന്താണ്? നമ്മൾ റീസ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എന്ന് ആലോചിക്കുക. നമുക്ക് ഇനിയും പുട്ട് വേണം. അപ്പോൾ പുട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ബാക്കപ്പ് ആയിട്ട് എന്ത് ചെയ്യണം? കൂട്ടി വെക്കണം. അപ്പോൾ പുട്ടിനുള്ള മാവ് നമ്മൾ ബാക്കപ്പ് ആയിട്ട് ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്ന് ആലോചിക്കാം.
ഇനി പുട്ടപ്പ് വിത്ത് ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതാണ് ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറേറ്റ് ചെയ്യുക, പുട്ടപ്പ് വിത്ത്. അപ്പോൾ പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടോളറേറ്റ് ചെയ്തിരിക്കണം, ക്ഷമയോടുകൂടി ടോളറേറ്റ് ചെയ്തിരിക്കണം, പുട്ടപ്പ് വിത്ത്. ഇനി എന്താണ്? പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസ്റ്റ് പോണ്ടഡ് ആണ്. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് പോണ്ടഡ്, മാറ്റി വെക്കുക എന്നുള്ളതാണ്. പോസ്റ്റ് പോണ്ട് ചെയ്യുക, മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി പുട്ട് ഓഫിന് വേറൊരു രീതിയിലും ചോദിക്കാം, അഡ്ജേൺഡ് എന്നും ചോദിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം അഡ്ജേൺഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അഡ്ജേൺ എന്ന് വെച്ചാൽ എന്താണ്? പോസ്റ്റ് പോണ്ട് എന്നാണ്. അപ്പോൾ പുട്ട് ഓഫ് എന്ന് പറയുന്നത് പോസ്റ്റ് പോണ്ട് ആണ്. പുട്ട് എസൈഡ് എന്ന് പറയും. പുട്ട് എസൈഡ് എന്ന് പറയുമ്പോൾ സേവ് ഫോർ ലേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ പുട്ട് എസൈഡ്, അപ്പോൾ എൻ്റെ അടുത്തേക്ക് നീക്കി വെക്കൂ എന്നുള്ളതാണ്. അപ്പോൾ സേവ് ഫോർ ലേറ്റർ, പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ സേവ് ഫോർ ലേറ്റർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ, പുട്ട് ഇൻ എന്ന് പറയുന്ന അപ്പോയിൻമെന്റ് ഓർ ഇൻസേർട്ട്, പുട്ടപ്പ് എന്ന് പറയുന്നത് റൈസ് ഓർ ബിൽഡ് ആണ്. പുട്ട് ഡൗൺ എന്ന് പറയുന്നത് സപ്രസ് ചെയ്ത് വെക്കുക. പുട്ട് ഫോർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രൊഡ്യൂസ് ഓർ ഓഫർ എ പ്ലാൻ. പുട്ട് ഔട്ട് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്യൂഷ് ആണ്. പുട്ട് ബൈ എന്ന് പറയുന്നത് സേവ്. പുട്ട് ആൻ എൻ ടു എന്ന് പറയുന്നത് സ്റ്റോപ്പ്. പുട്ട് അക്രോസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് ഓൺ എന്ന് പറയുന്നത് വിയർ. പുട്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് റൂമേഴ്സ് ആണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത് എന്താണ്? ടോളറേറ്റ് ആണ് പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്. പുട്ട് ഓഫ് എന്ന് പറയുന്നത് പോസ്റ്റ് പോണ്ടഡ്. പുട്ട് ബാക്ക് എന്ന് പറയുന്നത് റീസ്റ്റോർ. പുട്ട് എസൈഡ് എന്ന് പറയുന്നത് സേവ് ഫോർ ലേറ്റർ എന്നുള്ളതാണ് പുട്ട് വെച്ചിട്ടുള്ള എന്തെന്ന് പറയുന്നത്? ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്.